ഇതൊന്ന് വർഷമായിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ നമുക്ക് പാരയാവുക. അതെന്നാ സാധട്ട മറ്റൊരു പെണ്ണ്. ഓളാന്ന് കൊണ്ടുവെക്കണേ. പേരെന്ന് പറഞ്ഞു? പേര് എനിക്കറിയില്ലേ. അല്ല അറിയാ, ഇനീഷ്യൽ അറിയില്ലോ. ഞാൻ എല്ലാവരും പറഞ്ഞു കാര്യം. പിന്നെ പരമാവധി ടേണ് നോക്കാം. പിന്നെ പരിചയക്കാരൻ വന്ന് വിളിച്ചാല് ഞാൻ പെട്ടെന്നാ പിന്നെ കാണാം. പക്ഷേ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് ഫണ്ടിന്റെ അതിനനുസരിച്ചോ എല്ലാവർക്കും ഒരേ വല്ലേ. പിന്നെന്താ ഹലോ. ഹലോ. എന്താ പേര്? അനിത. അനിത. അനിന്ന് വിളിക്കല്ലേ? എന്റെ പേര് സിദ്ധാർത്ഥൻ. സിദ്ധു എന്ന് വിളിക്കും. ആര് വിളിക്കും? അല്ല വിളിക്കും, സത്യമായിട്ട് വിളിക്കും. വിളിക്കാം. ആണുങ്ങളെ സ്റ്റാൻഡേർഡ് കളയിലാണ്. ശരിക്കും വിളിക്കലുണ്ട് നാസർക്ക? അമ്മ വിളിക്കലുണ്ട് സത്യമായിട്ട്? ഹലോ, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. സെയിം ടു യു. ഈശ്വരാ, എല്ലാ ഐറ്റം ഉണ്ടല്ലേ. ഭാഗ്യം കൃഷ്ണൻ വന്ന്. വേഗം വാ. ഞാൻ തള്ളിയിടുന്നില്ല. അയാൾ മുണ്ടറിഞ്ഞു കൊണ്ട് ആശുപത്രി പോ. മാർമത്തിന് പോലെ പറ്റില്ല. ബാക്കിലായിട്ട് ആദ്യം കണ്ടല്ല, പ്രഷർ പോയിന്റ് ഉണ്ടായി. ഞാൻ ഒന്ന് പിടിച്ചേ. ഞാനൊന്നും ചെയ്യില്ല. ഡബിൾ സ്ട്രോങ്ങിന് ഡബിൾ ചൂടിൽ ഉപദ്രവിക്കല്ലേട്ടാ. എങ്ങനെ ജീവിച്ചു പോയി തിരക്കിലിട്ട് ഇപ്പടെ കൈവന്ന് പൈസ അതുകൊണ്ടാ ഇല്ലട്ടാ. എന്റെ ബാഗും പൈസ എങ്ങനെയാ? അല്ല, നിങ്ങൾക്ക് സുഖല്ലേ? നിന്റെ ബാഗും പൈസ ചൂട് ഞാൻ ചായ കുടിക്കല്ലേട്ടാ. പാലും പോലും ഉണ്ടാവില്ല. ചായ കുടിക്കാണ്ട് പാട്ട് കേൾക്കണമെങ്കിൽ നമ്മളെ പിള്ളേർ പാട്ട് തരും. നിങ്ങൾ പാടോ? പാമ്പ് പാട്ട് ആശുപത്രി ഉണ്ടോ? ആ ബാഗ് തന്നെ നമ്മൾ പോയിക്കോട്ടെ. പാമ്പോട്ടോ എടുത്ത് പോയാൽ മതി. പാടാ പാമ്പോട്ടോ പാട്. അയ്യോ, ഞാനിവിടെ വരിയില്ല. മുമ്പില് വേറെ അടുത്തേക്ക് പോണ്ടേ? പോട്ടെ ഞാൻ പറയാം. പഠിച്ചേ കൃഷ്ണ. മാഷേ, നിങ്ങയാണേട്ടാ ഈ വണ്ടിന്റെ ഐശ്വര്യം. ഈ വണ്ടിന്റെ കന്നി ഓട്ടായത്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടാ? എന്നാലും ഇവിടുത്തെ വയ്യെല്ലാം ഞാനൊന്ന് പഠിച്ചു വരുന്നേയില്ല.
മാഷൊന്ന് പിടിച്ചിരുന്നോട്ടാ. കുറച്ച് ദിവസം ഓടിച്ചു പരിചയ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതെ, നിങ്ങൾക്ക് എവിടെയാ പോണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടുത്തേക്കാന്നെ. അയ്യോ ഈശ്വരാ. മാഷേ എന്നാ പറ്റിനി? എന്നാന്ന്? എന്റെ ദേവിയെ മുറുക്കാനായിരുന്നാ? ഞാൻ വിചാരിച്ചു ചോരയാന്ന്. നിങ്ങ പേടിപ്പിച്ച് കളഞ്ഞല്ല. അല്ല മാഷക്ക് എവിടെയാ പോണ്ട്? പറയേ, മാഷക്ക് എവിടെയാ പോണ്ട്? എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങളാരാ? അയ്യോ ഇറങ്ങാറായില്ല. ഏട്ടാ 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 ഒന്ന് വരുവാ. എന്തേ? അതെ, ഇവരെവിടെയും വെച്ച് പരിചയമുണ്ടോ ഒന്ന് നോക്കോ. ഉണ്ടാ? ഇല്ലേ? നിങ്ങക്ക് രണ്ടാക്കും പരിചയമില്ലേ? ഇല്ലപ്പാ. ഇപ്പൊ എന്താ ചെയ്യ? ഏട്ടാ ഒന്നും കൂടി വരുവാ. ഏട്ടാ ഈ മാഷിനെ അറിയോന്നൊന്ന് നോക്കോ. ഓർക്ക് എവിടെ പോണ്ടെന്ന് ഓർമ്മയില്ലാന്ന് ഒന്ന് നോക്കോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഏട്ടാ ഈ മാഷിന് എവിടെയും കണ്ട് പരിചയമുണ്ടോ? എനക്ക് പരിചയമില്ല ഇയാളെ. എവിടെ കയറി നീ? ചന്തപുരം എന്നാ കേറിയ. ഇപ്പൊ മിണ്ടുന്നില്ല. എവിടെ പോണെന്ന് പറഞ്ഞേ? ഇല്ല മിണ്ടുന്നില്ല. ആ പേര് അറിയില്ല. ഏട്ടാ ഓയ് ഏട്ടാ, അറിയില്ല ഞാനിപ്പോ നിങ്ങളുടെ പേരെന്താണ്? ഇവിടെ ലൈവിലായിട്ടും തട്ടിപ്പോയ നല്ല ലൈക്ക് കിട്ടും. എവിടെ കൊണ്ട് ഓയ് പേര് ഓർമ്മയില്ലേ? ഏയ് പേര് ഓർമ്മയിലാണെന്നായിരിക്കൂല. അതിലടിച്ച ബ്രാൻഡ് ഏതെന്ന് ചോദിച്ചാ? അങ്ങനൊന്നുമില്ല. ആടുന്ന് കയറുമ്പോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാ. അതെയാ? അതിനെ അടിച്ചു പറയാറുണ്ട് കയ്യില്ല. ഇപ്പൊ മണയില്ലാത്ത സാധനം ഉണ്ടല്ലോ. വെള്ളം കുടിച്ചില്ല. ഞാൻ ഫോൺ നോക്കി കീച്ചേന്ന് അതിന്റെ വീട്ടിലെ നമ്പർ ഉണ്ട്, അതിലൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഫോൺ എടുത്ത് നോക്കാം അല്ലേ? ആ അടുത്ത് നോക്ക്. അതിന്റെ അകത്ത് ഒരു നമ്പറിൽ വിളിച്ചു നോക്ക്, എന്തായാലും കിട്ടുമായിരിക്കും. അയ്യോ ഇത് ലോക്കാണ്, പാസ്വേഡ് വേണമെന്ന് തോന്നുന്നു. ഏട്ടാ ഏട്ടാ അതിന്റെ പാസ്വേഡ് എത്ര? അയാൾക്ക് എന്റെ പേര് ഓർമ്മയില്ല, പിന്നെ പാസ്വേഡ്. ഈ വയസ്സാകാലത്ത് പാസ്വേഡ് ആ ലോക്ക് തുറക്കാൻ അറിയാ? പിള്ളേരെ ഒരു ബാഗ് ഒന്ന് പരിശോധിച്ചാലും ഓന്റെ അഡ്രസ്സോ കാര്യം കിട്ടൂലേ? നോക്കടാ നല്ല ആരുടെ ആ ബാഗ് കിട്ടും. പരുന്നിന്റെ കണ്ണാ സാധനത്തിൽ അപ്പുറ സൈഡിൽ നോക്ക്. അത് നോക്കണ ബാഗിൽ നോക്കുമ്പോ അതിന്റെ പൈസ കാര്യം പോയിട്ടുണ്ട്. പിന്നെ സുകുമാരന്റെ അരയാക്കിൽ ഹൗസ്, മണിയറ, പയ്യന്നൂർ. കിട്ടിയ മമ്മേ? ഇനി ഞാൻ കൊണ്ടാക്കാം. ശരിയെന്നേ. കെട്ടി പിടിച്ചിങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടേക്കാന്ന് തോന്നുന്നല്ലേ? മുത്തപ്പ അച്ഛനായിരിക്കണേ അത്. അമ്മേ അമ്മേ ഇതേ അച്ഛനെ. അച്ഛ എന്ത് പണിയാ, എന്തൊരു കോല അച്ഛ ഇത്. ഞങ്ങൾ ഏടെല്ലാം പരിധീനെന്നറിയോ? ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിട്ടില്ല. ആരെയോ അന്വേഷിച്ചിറങ്ങിന്നാ പറഞ്ഞു. ഈടായിട്ട് ഭയങ്കര ഓർമ്മക്കുറവാണ്. ഏടേക്കെങ്കിലും ഇറങ്ങിപ്പോവും, തിരിച്ചു വരാൻ അറിയും ചെയ്യില്ല. அண்ணே நம்ம தேடிட்டு இருக்க பாடி திரும்பி வந்துச்சுன்னு நினைக்கிறேன். ஐயா வந்துட்டாரா? போய் இன்னைக்கு கூலி கிடைக்காதா? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടിയല്ല ആടെയാ? ഓ ഇയാള് ഏത് സ്റ്റാൻഡിലാ? ഞാൻ ഇടിയുന്നേ ചന്തപ്പുരയില്. പുതിയ ആളാ? ഇന്ന് വന്നേ ഇല്ലു. അല്ല ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. എത്രയാ? 55. 55 അല്ലേ? പേരെന്താ? അനിത. നിങ്ങളെ പേരെന്ന്? എന്റെ പേര് ശ്യാമ്. ഇത് നിങ്ങളെ സ്വന്തം കടയാ? അല്ല, ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. വലിയ സെറ്റപ്പ് ആണല്ല. ഇതാ 100 വെച്ചോ. താങ്ക്സ്. ഓ ആയിക്കോട്ടെ. ആയി എന്നാ പിന്നെ ഓക്കെ. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോകത്തായിരുന്നു. ഒറ്റക്കരിയുള്ള അതെ, ഇനി ഇങ്ങനെ തോട്ടം വരുമ്പോ എന്നെ വിളിച്ചാൽ ചേട്ടാ, ഞാൻ പോയി എടുത്തോളാം. നിങ്ങൾ അടം വരെ വെറുതെ പോണ്ടല്ല. ആയിക്കോട്ടെ കേട്ടോ, ഞാൻ പോവന്നാല്. ശാന്തട്ടാ, പ്രശ്നമൊന്നുമില്ല. കൊഴപ്പില്ല. രാവിലെ കുറച്ച് അടങ്ങാറുണ്ടായി. അത് ആദ്യമായുണ്ടോ? എനിക്കില്ലേക്കുള്ളൂ. ആഹാ, ഇത് കൊറേ ആളുണ്ടല്ലോ. ഇത് നമ്മളെ സിനിമ
ഓ അത് ശരി. അറിയപ്പെട്ടു എവിടെ എല്ലാരും? ആ ആയി വരുന്നു. അതെയാ, എന്നാ ശരി. ടാറ്റാ. ലേറ്റ് ആയാ ആ കുറച്ച് എന്തിനാണ്ടല്ലോ ഇപ്പൊ ഇത്രയും വില കണക്കുണ്ടോ? ഒരു 1.5 ലക്ഷം റുപ്യ കാണും. ആ എന്നാ ഒരു 2 ലക്ഷം നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. നോക്ക്. അപ്പൊ ശരി. ആ അനിതേ, രാവിലെ പറഞ്ഞ ആസാം ഫണ്ടിന്റെ എത്രയാന്ന്? 25. ആ കൂടുതലുണ്ടോ കൂടുതൽ ഇട്ടോട്ടാ. 77-48. താഴെ നോക്ക് താഴെ നോക്ക് അതാ 77. അടിച്ചു ഇതല്ലേ 27-48. 2000. 2000 ഇമ്മാരി ഉമ്മയാണെങ്കിൽ 2 ലക്ഷത്തിന് എന്ത് ചെയ്യണോ മോനാ നാസറേ, വാ. മൂപ്പ അടിച്ചോ. ആരടിച്ചതല്ല, ലോട്ടറി അടിച്ചു. നമ്മളെ അബ്ബാസിനെ. എത്ര അടിച്ചില്ലേ? ഇന്നോ എന്റെ കാര്യം പോക്കാം. ആ ചേട്ടാ. നിങ്ങളൊരു ഓട്ടം പോവാ എടുത്തേക്കാ. നമ്മുടെ കുന്നുംപുറം വരക്ക്. ആ കറിക്കോ. നല്ല കുട്ടി. ഇക്കാലത്ത് ഇങ്ങനത്തെ നല്ല കുട്ടികളാ. കലികാലം. ഒന്ന് സ്പീഡിൽ പോണേട്ടാ. ആ ആയിക്കോട്ടെ. എന്താ പണിയാണ് കാണിച്ചേ? ഓളെന്തിനാ അയാളപ്പുറം വിട്ടിന്? എങ്ങനെ നമ്മള് കൊറേ പോയല്ലേ? ഓറ് പോയിട്ട് ഓന്റെ സ്നേഹം. ഓള് പോട്ടെ, നിക്കെന്താണ്? വിട് വിട്, നീ വിട്. നീലിപ്പോ മൊത്തം എത്ര കളിയുണ്ടെന്ന് പറയോ? അതൊന്ന് നിർത്തോ? നിങ്ങ എന്നാ മാഷാ? അല്ല, പക്ഷെ ഒരു മാഷിന്റെ ലുക്കല്ലേ ഉണ്ട്. അപ്പൊ പിന്നെ എന്നാ പണി? നമ്മള് വീടുണ്ടാക്കി വിൽക്കല. ആ കണ്ണൂർ വീടുണ്ടാക്കും, എന്നിട്ട് എറണാകുളത്ത് വിൽക്കും. വീട് മാത്രമല്ല, എയർപോർട്ട്, പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, ആശുപത്രി എല്ലാം ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്നാ പണി? ഞാൻ ഓട്ടോ ഓടിക്കല. ആഹാ, അത് നല്ല പണിയാന്നല്ല. എന്നിട്ടെന്നാ ഈട? ആ പാട്ടൊന്നും വെക്കല്ല. നമ്മളൊരു പാട്ട് പറയാം. അതെങ്ങനെ ഉണ്ട് എന്ന് പറയണം, അതിന്റെ അർത്ഥവും പറയണം. ക്ലാസിക്ക. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച. അർത്ഥം പറയും. നല്ല അർത്ഥം തന്നെ. ആ പാടിക്കോ. പാറ. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച. ഈ ബൈക്ക് പോ. ഈ വയ്യ. ഇതിലൊന്നും പോകാൻ പറ്റില്ല കേട്ടാ. ചെങ്ങായി എളുപ്പയിനു. അത് മോശം വയ്യ. ഇത് പുതിയ വണ്ടിയാ. ആ വഴിക്ക് പോയാലേ എന്റെ പൈസ മൊത്തം വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ കാണൂലു. അത് പറ്റില്ല കേട്ടാ. അതിനെന്നാ ഞാൻ വേണമെങ്കിൽ ഇല ഉണ്ടാക്കാം. ഈലയോ? ഇല പോയാ കൊറേ പൈസ ആവൂലേ? ഏട്ടൻ പൈസക്കാരനല്ലേ? ഈടയല്ല അട. ഈ വഴി പോലെ സാറേ. എന്നെ ചൊഴി പോവില്ല. അതിനൊരു കുന്നല്ലേപ്പാ. എന്റെ വീട് ആടാന്ന്. എനക്കെന്റെ വീട്ടിൽ പോണ്ട. നിങ്ങള് വണ്ടി എടുക്കുന്നു. ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച. ചാം ചക്ക ചൂം ചക്ക ഇങ്ങനെ കുൽക്കല്ല. നിങ്ങൾ തെറിച്ച് പുറത്തേക്ക് പോവില്ലേ? ഇതും പേര് അതന്നെ. ആ ഈടെന്റെ എല്ലാം മഴക്കോടുണ്ടല്ലോ. വെയിറ്റ്. ഞാൻ നീയാള് കാണില്ലല്ലോ. എന്റെ വീടാടെ. എന്തെന്നേ? ഈടുണ്ടായിരുന്നു. എന്റെ വീട് ഓർത്തുന്നു. ഇത് കുറച്ച് കഷ്ടം കേട്ടാ.
നീ പിന്നെന്താ ചെയ്യല്? വീട് പോയപ്പോ കുഴിച്ചിട്ടിട്ട് പോയ മതിയേനു. ഇപ്പൊ അത് വലിയ വീടായിരുന്നു. ഇനി വല്ല കള്ളന് കൊണ്ടിട്ടുണ്ടാവുമോ? എന്റെ കൈമേൽ പെട്ടി ഉണ്ടായില്ലല്ലോ. എന്റെ പെട്ടി കണ്ടീനാ? ആ, പെട്ടിക്കകത്ത് വീടുണ്ടാവും. അങ്ങനെ പെട്ടി കിട്ടി, വീടും കിട്ടി. വീട് തപ്പേന്ന് പെട്ടി പെട്ടിയാ? വീടുണ്ടായിരുന്ന പെട്ടി കൊടുത്തു. അതിന്റെ അകത്താണ് വീട്. എനക്കറിയില്ല. വീടുണ്ടായിരുന്ന പെട്ടി ആടെ? എനക്കറിയൂല. നീ എടുത്തില്ല? ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തില്ല പെട്ടി? ഇല്ല. പെട്ടി പിന്നെ ആരെടുത്ത്? അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ആളുള്ള സ്ഥലത്ത് പോയി നോക്കിയാലോ? എന്ത് പെട്ടി? അതിനായോ? ചാം ചക്ക ചും ചക്ക ചുമരി ചക്ക ചക്ക ചക്ക. എന്തേനു? യോ, വണ്ടി ഓഫായല്ല. എന്നാ ഓഫാക്ക്. ഓഫായിന്ന്. എന്നാ ഓണാക്ക്. കറണ്ട് ഇല്ലേ? ഇതേതാ വണ്ടി? ഇത് മഹീന്ദ്രന്റെ. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഓഫാവൂല. സുരേന്ദ്രന്റെ അങ്ങനെ ഓഫാകുന്നല്ലോ. അപ്പൊ പിന്നെ പഴയതായിരിക്കും അല്ലേ? എല്ലാം പുതിയത്. പുതിയതായതുകൊണ്ടാണ് ഓഫായത്. ഒരു കാര്യം ചെയ്, മോള് വീട്ടിൽ പോയിക്കോ. നമ്മൾ ഈ വണ്ടിയായിട്ട് വന്നോളാം. ഏട്ടൻ വേറെ വണ്ടി വിളിച്ചു പോന്നല്ലേ നല്ലത്. അതാണ് അതിന്റെ മര്യാദ അല്ലേ? ആയിക്കോട്ടെ. അപ്പ ചാം ചക്ക ചൂം ചക്ക ചുമരി ചക്ക ച ഡെയിലി 3 പ്രാവശ്യം. ഗുഡ് നൈറ്റ്. ചേച്ചി വണ്ടി എടുക്ക ചേച്ചി. കുന്നുമൊത്തങ്ങരോട്ടം പോവാ. സമാധാനപ്പെടും. ഒന്നും പറ്റൂല. ഹോസ്പിറ്റലിന്റെ ബാക്കിലെത്തി. നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാ? ഒന്ന് വേഗം പോയി. കുഞ്ഞിനെ മുറുക്ക് പിടിച്ചോ. ഇനി തട്ട ഇടവൊന്നുമില്ലല്ലോ എന്റെ ദൈവമേ. ആ വട്ടം വിളിച്ചപ്പോ ഞാൻ ആ വൈക്കി കൂടെ പൂലൊന്ന് ഉറപ്പിച്ചു പറഞ്ഞ. സാരമില്ലാട്ടാ, ഇതിപ്പോ കുഞ്ഞിനോട് എത്തിക്കാൻ വേണ്ടിട്ടല്ലേ. അതെ, വണ്ടി അടുത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേ. അടുത്തേക്കാ? അടുത്തേക്ക് ഇവിടെ ചൂടാട്ടാ. എന്താ പറ്റിയ? എന്റെ മോള് എന്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിയോ? വിനോദ് ഡോക്ടർ. കുട്ടിയെടുത്ത് കുട്ടിയുടെ വെള്ളത്തിൽ വീണ കുട്ടിയുടെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. സമയത്തിന് എത്തിച്ച് നന്നായി. ശാന്തേട്ടാ, ഞാനിവിടെ ഒരു ആശുപത്രിയിലാ. എന്റെ വണ്ടിയെല്ലാം ഒരിഞ്ഞ് നാശാനിന്ന്. ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആ ഊടുവഴി വന്നയാ. ഈ ഒരച്ചിലെല്ലാം ഷോറൂം മാറ്റി തരുവാ? ഷോറൂം ഒന്നും എറിഞ്ഞത് മാറ്റൂല. നീ ഒരു കാര്യം ചെയ്യ്,
ആ സുധിയുടെ വർഷാപ്പ് കൊടുത്തേ ആടെ ആവുമ്പോ ഇങ്ങനെ കത്തിണ്ടാവൂല. സുധീന്റെയാ? ആണ്. ആ അല്ല ശാന്തേട്ടൻ ഇപ്പൊ എന്തിനാ വിളിച്ചത്? അതിന് എന്നെ പറയാൻ പറ്റേ എന്നല്ലേ പറയാൻ കഴിയൂ. വേറൊന്നല്ല, കുട്ടികളൊന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. അതിന് നമുക്ക് ആ കുഞ്ഞോളെ വയ്യെന്ന് അറിയില്ലല്ലോ. അതാ ഏജന്റിനോട് ചോദിച്ചാൽ മതി. ഓളെ ഇവിടെ ഏറ്റവും അവസാനം. ആ